ഒൻപതാം ക്ലാസ്സിലെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും HK അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചരിത്ര പാഠപുസ്തകത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. നമ്മൾ പോയിൻ്റ് വൈസായിട്ട് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജസ്റ്റ് 10-15 മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോക്ക് വേണ്ടി സമർപ്പിച്ചാൽ ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ മാർക്കും നിങ്ങളുടെ പോക്കറ്റിലായിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് 5ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്? ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് പോപ്പുലേഷനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജനസംഖ്യയെ കുറിച്ചിട്ടാണ്. എന്താണ് ജനസംഖ്യ അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്നുള്ളത് ജസ്റ്റ് 30 സെക്കൻഡ് കൊണ്ട് തന്നെ പരിശോധിക്കുക. നിങ്ങളുടെ സമയം ഞാൻ ഒരിക്കലും വേസ്റ്റ് ആക്കൂല. അപ്പോൾ നമുക്ക് നേരെ ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനമായിട്ടും എന്താ ഉള്ളത്, 3 പോയിന്റുകളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ളത്. വെറും 3 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. അപ്പോൾ ആ 3 പോയിന്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ് ജനസംഖ്യ, അതിൻ്റെ ഡെഫിനിഷൻ. വെറും 2-3 ലൈനുള്ളൂ, അത് പഠിച്ചിരിക്കണം. 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ജനസംഖ്യാശാസ്ത്രം, 2ാമത്തെ പോയിന്റാണ്. അത് നമ്മൾ പഠിക്കണം. അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. പിന്നെ ഈ ജനസംഖ്യാശാസ്ത്രത്തിന് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്നും സാമൂഹിക ജനസംഖ്യാശാസ്ത്രം, അതും നമ്മൾ പഠിച്ചിരിക്കണം. അത് 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാനായിട്ട് ഒരു പോസിബിലിറ്റി ഉള്ളൊരു ചോദ്യമാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എസ്സേ ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ. അത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഈ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ 7 സൂചകങ്ങളാണ് പിന്നീട് നമ്മൾ ഈ താഴെ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ ബോക്സ് വരക്കുന്നത്. ഈ 7 സൂചകങ്ങളും എന്താണ്, ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങളാണ്. അപ്പോൾ ഓരോ സൂചകങ്ങളും അതിൻ്റെ ഡെഫിനിഷൻസും നമ്മൾ എന്താണ് ഈ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഓക്കെ, ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് ജനസംഖ്യ എന്ന് പറയുന്നുണ്ട്, അതുപോലെ എന്താണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നുണ്ട്, പിന്നെ അതുപോലെ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത സൂചകങ്ങൾ. ഈ ബോക്സിൽ പറയുന്ന 7 സൂചകങ്ങളും എന്താണ് നമ്മളിവിടെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്താണ് ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ നോക്കി വെച്ചോ, ഇത്രയേ ഉള്ളൂ. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ആകെ ജനങ്ങളുടെ എണ്ണമാണ് ജനസംഖ്യ. ഇത് മാത്രം പഠിച്ചാൽ മതി. 2 മാർക്കിനൊക്കെ ചോദിക്കാനൊരു പോസിബിലിറ്റി ഉണ്ട്. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ആകെ ജനങ്ങളുടെ എണ്ണമാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 2ാമത്തെ പോയിന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ജനസംഖ്യ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജനസംഖ്യാശാസ്ത്രം ആ പേരിൽ തന്നെയുണ്ട്. ജനസംഖ്യയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം. ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ് ജനസംഖ്യാശാസ്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ചിട്ടയായിട്ടുള്ള ജനസംഖ്യാ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. ചിട്ടയായ ജനസംഖ്യാ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ജനന നിരക്കുകൾ, അതുപോലെ എന്താണ് മരണനിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത, ഇതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസംഖ്യ തുടങ്ങിയിട്ടുള്ള ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പോയിന്റുകളൊന്നും ഓർത്ത് വെക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയാണെന്ത് ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റെങ്കിലും എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കണം എക്സാം ഹാളിൽ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത പോയിന്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത പോയിന്റ്, ഈ ജനസംഖ്യാശാസ്ത്രത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് പറയുക, ജനസംഖ്യാശാസ്ത്രത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഡെമോഗ്രഫി എന്നാണ് പറയുക. ഡെമോഗ്രഫി. അപ്പോൾ ഈ ഡെമോഗ്രഫി എന്ന് പറഞ്ഞ വാക്കുണ്ടായിട്ടുള്ളത് 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ്
ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ട് ആണ്. ഡെമോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദവും അതുപോലെ ഗ്രാഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഗ്രീക്ക് പദവും. ഡെമോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ജനങ്ങളെന്നും ഗ്രാഫിൻ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വിശദീകരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ വിശദീകരിക്കുക, അതായത് ജനങ്ങളെ കുറിച്ച് വിശദീകരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അങ്ങനെ ഈ 2 പദങ്ങളും കൂടി ചേർന്നിട്ടാണ് എന്ത് ഉണ്ടായിട്ടുള്ളത്, ഡെമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള പദം അല്ലെങ്കിൽ വാക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ് നമുക്ക് ചർച്ച ചെയ്യാം അല്ലെ. അടുത്ത പോയിന്റിലേക്ക് പോവാം. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സങ്കല്പങ്ങൾ മിക്കതും അനുപാതത്തിന്റെയും അനുപാതത്തിന്റെയും അതുപോലെ നിരക്കുകളുടെയും രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി ജനന നിരക്ക്, മരണനിരക്ക്, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം. ഓക്കെ, അപ്പോൾ ജനസംഖ്യാശാസ്ത്രത്തിന്റെ സങ്കല്പങ്ങൾ മിക്കതും എന്താണ്, അനുപാതത്തിന്റെയും നിരക്കുകളുടെയും രൂപത്തിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു. ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുക? ഒരു പ്രദേശത്തെ ജനങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവിടെ എത്ര പുരുഷന്മാരുണ്ട്, അവിടെ എത്ര ആളുകൾ ജനിക്കുന്നുണ്ട്, അവിടെ എത്ര സ്ത്രീകളുണ്ട്, അവിടെ എത്ര ആളുകൾ മരിക്കുന്നുണ്ട്, ഇങ്ങനെ ജനസംഖ്യയിലെ ഓരോ കാര്യങ്ങൾ കണക്കുകളുടെയും അനുപാതത്തിന്റെയും രൂപത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. മനസ്സിലായില്ലേ? ജനസംഖ്യയിലെ കണക്കുകളെ അനുപാതത്തിന്റെയും രൂപത്തിൽ പഠിക്കുന്നതിന് ആണ് ഈ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്തശേഖരണത്തിൽ ഊന്നിയിട്ടുള്ള സർവേ, അതുപോലെ എന്താണ് സെൻസസ് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത്. അപ്പൊ നമ്മൾ ജനസംഖ്യയെ കുറിച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്? ജനസംഖ്യയുടെ സവിശേഷതകൾ, അതായത് നമ്മളൊരു ജനസംഖ്യയിൽ എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, എത്ര പേര് ജനിക്കുന്നു, എത്ര പേര് മരിക്കുന്നു, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠനം നടത്തുന്നത്? ജനസംഖ്യാശാസ്ത്രപരമായിട്ട് നമ്മൾ എങ്ങനെയാണ് പഠനം നടത്തുന്നത്? പ്രധാനമായിട്ടും എന്താണ്, ദത്തശേഖരണത്തിലൂന്നിയിട്ടുള്ള സർവേ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സർവേ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്ര കുട്ടികളുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട്. അപ്പൊ അതേപോലെ ജനസംഖ്യാശാസ്ത്രത്തിലും ജനസംഖ്യയെ കുറിച്ച് പഠനം നടത്തുമ്പോൾ സർവേ മുഖാന്തരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ടും കണക്കെടുപ്പ് നടത്തുന്നത്. അപ്പൊ സർവേ എന്നുള്ള പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസി എന്ന് പറയുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഈ പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്നുള്ള പേര് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് എന്താണ്? ഇന്ത്യയുടേതാണ്. കാരണം ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറെക്കുറെ 140ഓളം കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടത്തുന്ന സെൻസസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ആയിട്ട് കണക്കാക്കുന്നത്. 10 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് 1881 അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് 1881 അതിനുശേഷം ഓരോ 10 വർഷം കൂടുമ്പോൾ എന്താണ്, ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നുണ്ട്. 1891, 1901, 1911, ഇങ്ങനെ 1921, 31 തുടങ്ങി 2011 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുണ്ട്. അവസാനമായി ഇന്ത്യയിൽ സെൻസസ് നടന്നതെന്നാണ് 2011 എന്ത് ചെയ്തിട്ടുള്ളത്, അവസാനമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്തുകൊണ്ട് 2021 ഇന്ത്യയിൽ സെൻസസ് നടന്നില്ല? അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 COVID-19 ബാധിച്ചതുകൊണ്ട് എന്താണ്, ഇന്ത്യയിൽ സെൻസസ് നടത്താനായിട്ട് സാധിച്ചില്ല. ഓക്കെ, അതുകൊണ്ടാണ് 2011 സെൻസസ് ആണ് ഇന്ത്യയിൽ അവസാനമായിട്ട് നടന്നിട്ടുള്ള സെൻസസ് എന്ന് നമ്മൾ പറയാനായിട്ട് കാരണം. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ജനസംഖ്യാശാസ്ത്രത്തിന്റെ 2 ശാഖകളാണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും. നമ്മൾ എന്താണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു, അതിനെ 2ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സാമൂഹികവും അതുപോലെ തന്നെ ഒന്ന് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന്, ഇതിങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്താണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം എന്ന് നോക്കാം.
സാമൂഹിക ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലെ ഘടകങ്ങൾ ജനസംഖ്യയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സമൂഹത്തിലെ ഘടകമായിട്ടുള്ള ഒരു സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൂടുമ്പോൾ ജനസംഖ്യയിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. മാറ്റം വരുന്നില്ല, തീർച്ചയായിട്ടും മാറ്റം വരുന്നുണ്ട്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൂടുമ്പോൾ എന്താണ് അവരുടെ ജനസംഖ്യ അല്ലെങ്കിൽ ജനസംഖ്യ നിരക്ക് കുറയാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാവുന്നുണ്ട്. പിന്നെ സമൂഹത്തിലെ മറ്റൊരു ഘടകമാണ് നമ്മൾ സമ്പത്ത് ജനസംഖ്യയിലെ ഘടകത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? അപ്പൊ ജനസംഖ്യയിലെ ഒരു ഘടകമാണ് മരണനിരക്ക്. അപ്പൊ സമൂഹത്തിലെ ഒരു ഘടകമായിട്ടുള്ള സമ്പത്ത് ജനസംഖ്യയിലെ ഒരു ഘടകമായിട്ടുള്ള മരണനിരക്കിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? മാറ്റം വരുത്തുന്നില്ലേ? നല്ല സമ്പത്തുള്ളവൻ എന്താണ്, നല്ല ആശുപത്രി പോയിട്ട് നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് അവൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യും, മരണനിരക്ക് കുറയും, ജനസംഖ്യയിലെ മരണനിരക്ക് കുറയും. അപ്പോൾ സമൂഹത്തിലെ ഘടകങ്ങൾ ജനസംഖ്യയിലെ ഘടകങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് എന്ത് മക്കളെ, സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിലെ ഒരു ഘടകമായിട്ടുള്ള സമ്പത്ത് ജനസംഖ്യയിലെ ഒരു ഘടകമായിട്ടുള്ള മരണനിരക്കിനെ കുറക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പരിശോധിക്കുന്നതിനെയാണ് എന്താണ് സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. ഔപചാരിക ജനസംഖ്യാശാസ്ത്രത്തിൽ ജനസംഖ്യാ മാറ്റത്തിന്റെ ഘടകങ്ങളെ അളക്കുകയും അതുപോലെ എന്താണ് വിശകലനം നടത്തുകയും ചെയ്യുന്നു. ഔപചാരിക ജനസംഖ്യാശാസ്ത്രത്തിന് ഉദാഹരണമാണ് ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ സെൻസസ് എന്ന് പറയുന്നത്. ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ്, നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ പഞ്ചായത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് കണക്കെടുപ്പ് നടത്തും, വീടുകളിൽ വന്നിട്ട് സർവേയുടെയും സെൻസസിൻ്റെയും ഒക്കെ രൂപത്തിൽ. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത് ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത്. ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തിനൊരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പായിട്ടുള്ള സെൻസസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ, ഇത്തരത്തിലുള്ള ഡാറ്റകളെ ശേഖരിച്ചിട്ട് എന്താണ് ഈ ഔപചാരിക ജനസംഖ്യാശാസ്ത്രം ചർച്ച ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ജനസംഖ്യാശാസ്ത്രത്തിനെ രണ്ടാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം. സാമൂഹിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഘടകങ്ങൾ ജനസംഖ്യയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നേരെ മറിച്ച് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, ഇങ്ങനെ സെൻസസ് ഒക്കെ നടത്തിയിട്ട് പഠിക്കുന്നതിനെയാണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ജനസംഖ്യാശാസ്ത്രം എന്താണെന്ന് പഠിച്ചു, ജനസംഖ്യാശാസ്ത്രത്തിന്റെ 2 ഡിവിഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജനസംഖ്യാശാസ്ത്രത്തിന്റെ വ്യത്യസ്ത സൂചകങ്ങൾ ഏത്, വിശദീകരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ വ്യത്യസ്ത സൂചകങ്ങൾ ഏതെല്ലാം, വിശദീകരിക്കുക. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ വ്യത്യസ്ത സൂചകങ്ങൾ. 7 സൂചകങ്ങളാണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ചെറുതായിട്ട് 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ 7 സൂചകങ്ങൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. പക്ഷെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സൂചകങ്ങളും എടുത്തിട്ട് നമ്മൾ എഴുതണം. 7 സൂചകങ്ങളുള്ളത് ഓരോന്ന് നമുക്ക് നോക്കാം. ഒന്ന് കുടിയേറ്റമാണ്, ഒന്ന് ജനന നിരക്കും മരണനിരക്കും, അടുത്തത് ജനസാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, ആശ്രിതാനുപാതം. ഇങ്ങനെ 7 സൂചകങ്ങളാണ് ജനസംഖ്യാശാസ്ത്രത്തിനുള്ളത്. അപ്പോൾ ഈ 7 എണ്ണവും അതിൻ്റെ ഡെഫിനിഷനും നമുക്ക് പഠിച്ചു വെക്കാം. അപ്പം അത് നിങ്ങൾക്ക് ടോട്ടലായിട്ട് എസ്സേ ചോദിക്കാനൊരു പോസിബിലിറ്റി ഉണ്ട്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ ഏവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് 7 എണ്ണം എഴുതണം. എന്നിട്ട് എന്താണ് ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. നേരെ മറിച്ച് നമ്മളോട് ഓരോന്ന് എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് കുടിയേറ്റം, എന്താണ് ജനന മരണനിരക്ക്, എന്താണ് ജനസാന്ദ്രത, ഇങ്ങനെയും ചോദിക്കാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഓരോ ഫാക്ടറായിട്ട് എന്താണ് ചർച്ച ചെയ്യാം, ഓരോ ഫാക്ടറായിട്ട് പഠിക്കാം. ആദ്യത്തെ ഘടകമാണ് എന്താണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങളിലെ ആദ്യത്തെ ഘടകമാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. കുടിയേറ്റത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് പരിശോധിക്കാം. ഒരു പ്രദേശത്ത് നിന്ന് എന്താണ് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്,
കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തു നിന്നോ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ മാറി താമസിക്കുക. അതിനാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങളിലൊക്കെ ധാരാളം ആളുകൾ കുടിയേറുന്ന കണ്ടിട്ടില്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിദേശത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്, അതൊരു തരത്തിലുള്ള കുടിയേറ്റമാണ്. പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് ബംഗാളികളും മറ്റും അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊഴിൽ തേടി വരുന്നില്ല, അതും ഒരു തരത്തിലുള്ള കുടിയേറ്റമാണ്. അങ്ങനെ കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ നിങ്ങൾ ഒന്നും കൂടെ ഓർത്തു വെക്കുക. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്, അത് സ്ഥിരമായിട്ടാകട്ടെ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാകട്ടെ, ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുടിയേറ്റത്തിനെ രണ്ടാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആഭ്യന്തര കുടിയേറ്റം, രണ്ട് രാജ്യാന്തര കുടിയേറ്റം. കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതാണ്. കുടിയേറ്റത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആഭ്യന്തര കുടിയേറ്റം, രണ്ട് രാജ്യാന്തര കുടിയേറ്റം. ഇത് നമുക്ക് ഓരോ കുടിയേറ്റവും അതിന്റെ ഡെഫിനിഷനും നമുക്ക് നോക്കാം. എന്താണ് ആഭ്യന്തര കുടിയേറ്റം? എന്താണ് മക്കളെ ആഭ്യന്തര കുടിയേറ്റം? ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞാൽ രാജ്യാതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളാണ്. ഈ പോയിന്റ് നിങ്ങൾ നോട്ട് വെക്കുക. രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെ ആഭ്യന്തര കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതും ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന കുടിയേറ്റമാണ്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ ഒരാൾ ബാംഗ്ലൂർ പോവുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് ഒരാൾ കേരളത്തിലേക്ക് ഒരു ബംഗാളി ജോലിക്ക് വരികയാണ്, അത് ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. കാരണം അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കുടിയേറ്റമാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കുടിയേറ്റമാണ് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണ്? അടുത്ത കുടിയേറ്റത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. അടുത്ത കുടിയേറ്റം ഏതാണ് മക്കളെ? ഏതാണ് അടുത്ത കുടിയേറ്റം? അടുത്ത കുടിയേറ്റമാണ് രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. എന്താണ് രാജ്യാന്തര കുടിയേറ്റം? രാജ്യാന്തര കുടിയേറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള കുടിയേറ്റങ്ങളെയാണ് പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നത് എന്താണ്? രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നത് രാജ്യാന്തര കുടിയേറ്റമാണ്. അപ്പൊ നമ്മൾ എന്താണ് കുടിയേറ്റം എന്ന് പറഞ്ഞു? കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ താമസം മാറുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. കുടിയേറ്റം രണ്ട് തരത്തിലുണ്ട്. ആഭ്യന്തര കുടിയേറ്റം, അതുപോലെ തന്നെ രാജ്യാന്തര കുടിയേറ്റവും. ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? ഒരു രാജ്യത്തിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി താമസിക്കുക, ഈ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോവുക, അതിനെയാണ് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. രാജ്യാന്തര കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതാണ് രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള പല ആളുകളും വിദേശത്തും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള കുടിയേറ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള ജനന നിരക്കും അതുപോലെ മരണനിരക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചധികം ടേം പഠിക്കും. എന്താണ് ജനനനിരക്ക്, എന്താണ് മരണനിരക്ക്, പിന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ എക്സ്ട്രാ റീഡിങ്ങുള്ള ശിശു മരണനിരക്കും മാതൃ മരണനിരക്കും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിന്റും അതിന്റെ ചെറിയ എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഞാനിവിടെ PPTയിൽ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ചാൽ മതിയോ. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ആദ്യം എന്താണ് ജനനനിരക്ക് എന്ന് നോക്കാം. ജനസംഖ്യയിലെ ഓരോ 1000ത്തിനും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജനസംഖ്യയിൽ 1000 പേരെ എടുക്കുകയാണ്. അപ്പൊ 1000 പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ അടുത്ത വർഷം ജനിക്കുന്നു? ഒരു 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ ആ 1000 പേർക്ക് അടുത്ത വർഷം എത്ര കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്നുള്ളതാണ് ജനനനിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയെന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത ടേം നമുക്ക് നോക്കാം. അടുത്ത ടേം എന്താണെന്ന് വെച്ചാൽ അത് മരണനിരക്കാണ്. എന്താണ് മരണനിരക്ക് എന്നുള്ളതാണ് അടുത്ത ടേം. കണ്ടോ, എന്താണ് മരണനിരക്ക്? നമുക്ക് മരണനിരക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ജനനനിരക്ക് നമ്മൾ പറഞ്ഞു, ജനസംഖ്യയിലെ ഓരോ 1000ത്തിനും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് മരണനിരക്ക്. ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിലെ ഓരോ 1000ത്തിലും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക്. 1000 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ എത്ര പേര് അതിൽ നിന്ന് മരിച്ചു പോകുന്നുള്ള ഒരു കണക്കാണ് മരണനിരക്ക് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ?
നമുക്ക് അടുത്ത പോയിന്റ് എടുക്കാം. അടുത്ത പോയിന്റ് ശിശു മരണനിരക്ക്. ഒരു വർഷത്തിൽ 1000 ജീവനോടെയുള്ള ജനനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 1000 ജീവനോടെയുള്ള പ്രസവങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സിനുള്ളിൽ എത്ര കുട്ടികൾ മരണപ്പെടുന്നുണ്ട്? 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അതിലൊരു വർഷത്തിനുള്ളിൽ എത്ര കുട്ടികൾ മരണപ്പെടുന്നുണ്ട് എന്ന് നോക്കുന്നതാണ് ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റാണ് മാതൃമരണ നിരക്ക്. ഒരു വർഷം നടക്കുന്ന 1000 പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണമാണെന്ത്? മാതൃമരണ നിരക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ജനന നിരക്ക്, എന്താണ് മരണനിരക്ക്, എന്താണ് ശിശു മരണനിരക്ക്, എന്താണ് മാതൃമരണ നിരക്ക്, എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇപ്പോൾ ജനസംഖ്യാശാസ്ത്രത്തിന്റെ 3ാമത്തെ സൂചകമാണെന്ത്? ജനസാന്ദ്രത എന്ന് പറയുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ 3ാമത്തെ സൂചകമാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. അപ്പൊ ജനസാന്ദ്രതയുടെ ഡെഫിനിഷൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ ജനസാന്ദ്രത എന്ന് പറയുന്നു. അപ്പോൾ ഒരു ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ വീതിയും 1 കിലോമീറ്റർ നീളമുള്ള ഒരു ചതുരം വരയ്ക്കാണെങ്കിൽ ഇതിനകത്ത് എത്ര ജനങ്ങൾ താമസിക്കുന്നുണ്ട്, അതിനെയാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാ പ്രദേശത്തും ഒരേപോലെ ആയിരിക്കില്ല ജനസാന്ദ്രത. അപ്പോൾ കൊച്ചി പോലുള്ള സിറ്റികളിലൊക്കെ എന്താണ് കുറേ ജനങ്ങളുണ്ടാവും, ധാരാളം ജനങ്ങളുണ്ടാവും. ജനസാന്ദ്രത എന്താണ്? കൂടുതലായിരിക്കും. ഈ ഒരു 1 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിനകത്ത് കുറേ ആളുകൾ താമസിക്കുന്നുണ്ടാവും. നേരെ മറിച്ച് നമ്മളൊരു ഗ്രാമപ്രദേശത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്താൽ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജനസാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജനസാന്ദ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനസാന്ദ്രത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ എന്താണ്? തുറസായ സ്ഥലമില്ലായ്മ, മലിനീകരണം, അതുപോലെ തൊഴിലില്ലായ്മ, ഇത്തരത്തിൽ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നോക്കിക്കേ, ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ തുറസായിട്ടുള്ള സ്ഥലമില്ലായ്മ, അതുപോലെ മലിനീകരണം, ആൾക്കൂട്ടം, കുടിവെള്ള പ്രശ്നം, തൊഴിലില്ലായ്മ, ഇത്തരം പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ബീഹാർ ആണ്. ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് ബീഹാറിലും ഏറ്റവും കുറവുള്ളത് അരുണാചൽ പ്രദേശിലുമാണ്. നിങ്ങൾ അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. ബീഹാറിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് 1102 പേര് താമസിക്കുന്നുണ്ട്. നേരെ മറിച്ച് എന്താണ്? ബീഹാറിനെ എടുക്കുമ്പോൾ എന്താണ്? അതിൽ വെറും 17 ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ബീഹാറിലല്ല, അരുണാചൽ പ്രദേശിൽ വെറും 17 ആളുകൾ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ബീഹാറിനെ എടുക്കുമ്പോൾ 1102 പേര്. അത്രയും ജനങ്ങൾ തിങ്ങിക്കൂടിയിട്ടാണ് പാർക്കുന്നത്, നിങ്ങൾ ഓർക്കുക. പിന്നീട് താഴെ ഒരു പോയിന്റ് ഉണ്ട്. കേരളത്തിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത് വെറും 859 ആണ്. ഓക്കെ, അപ്പൊ ജനസാന്ദ്രത നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ജനസംഖ്യാശാസ്ത്രത്തിന്റെ 3 ടേമുകൾ ഡിസ്കസ് ചെയ്തു. കുടിയേറ്റം, അതുപോലെ എന്താണ് കുടിയേറ്റത്തിന് ശേഷം നമ്മൾ ഏതാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കുടിയേറ്റത്തിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ജനന മരണ നിരക്കുകളാണ്. അതിനുശേഷം നമ്മൾ ജനസാന്ദ്രതയും ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്ത ജസ്റ്റ് ആയിട്ട് നോക്കുന്നത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വളരെ ഉയർന്നതും മറ്റു ചില സംസ്ഥാനങ്ങൾ എന്താണ് വളരെ താഴ്ന്നിട്ടുമാണുള്ളത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളാവാം, മലിനീകരണമാവാം, പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നത് കൊണ്ടാവാം, ജലത്തിന്റെ കുറവാകാം, ഗതാഗത സൗകര്യത്തിന്റെ കുറവാകാം, വിദ്യാഭ്യാസത്തിന്റെ കുറവാകാം, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കുറവാകാം. ഇത് ചില സ്ഥലങ്ങളിൽ എന്താണ് ജനസംഖ്യ കൂട്ടാനും ചില സ്ഥലങ്ങളിൽ കുറക്കാനും ഒക്കെ കാരണമായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ജനസംഖ്യാശാസ്ത്രത്തിന്റെ അടുത്ത സൂചകത്തെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത സൂചകം സ്ത്രീ പുരുഷ അനുപാതമാണ്. സ്ത്രീ പുരുഷ അനുപാതവും അതുപോലെ ശിശുലിംഗാനുപാതവുമാണ് അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ഒരു നിശ്ചിത കാലയളവിൽ പ്രത്യേക പ്രദേശത്ത് 1000 പുരുഷന്മാർക്ക് ആനുപാതികമായിട്ട് എത്ര സ്ത്രീകളുണ്ടെന്ന് കണക്കാക്കുന്നതിനെയാണ് സ്ത്രീ പുരുഷാനുപാതം എന്ന് പറയുന്നത്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട്, 1000 പുരുഷന്മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആനുപാതികമായിട്ട് എത്ര സ്ത്രീകളുണ്ടെന്ന് നോക്കുന്നതിനാണ് സ്ത്രീ പുരുഷാനുപാതം എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം 960 ആണ്. ഇന്ത്യയിൽ 1000 പുരുഷന്മാരെടുത്തു കഴിഞ്ഞാൽ അവർക്ക് 960 സ്ത്രീകൾ മാത്രമാണുള്ളത്. എന്നാൽ കേരളത്തിന്റെ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം 1084 ആണ്. 1000 പുരുഷന്മാരെടുത്തു കഴിഞ്ഞാൽ 1084 സ്ത്രീകളുണ്ട്. ഓക്കെ, അപ്പോൾ സ്ത്രീ പുരുഷാനുപാതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ശിശു ലിംഗാനുപാതം എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ശിശു ലിംഗാനുപാതം? 0 മുതൽ 6 വയസ്സ് വരെയുള്ള 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായിട്ട് എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്ന് നോക്കുന്നതിനെയാണ് ശിശുലിംഗാനുപാതം അഥവാ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ശിശുലിംഗാനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് എത്ര പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട് എന്ന് നോക്കുന്നതിനെയാണ് ശിശുലിംഗാനുപാതം എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 5 പോയിന്റുകൾ പറഞ്ഞു ഇല്ലേ? അപ്പൊ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആയുർദൈർഘ്യമാണ്. എന്താണ് ആയുർദൈർഘ്യം? ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ള കണക്കിനെയാണ് നമ്മൾ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായ വിഭാഗത്തിലെയും മരണനിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. അതൊന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട. ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ള കണക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആയുർദൈർഘ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയില്ലേ? 2022 പുറത്തിറക്കിയിട്ടുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് 2015-19 കാലയളവിൽ ഇന്ത്യയിൽ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് യഥാക്രമം 71 68.4 അപ്പൊ ഇന്ത്യയിൽ സ്ത്രീകളുടെ ആയുസ് എന്ന് പറയുന്നത് 71.1 പുരുഷന്മാരുടേത് 68.4 അതേസമയം കേരളത്തിൽ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് സ്ത്രീകളുടേത് 78 പുരുഷന്മാരുടേത് 72 അപ്പോൾ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ള കണക്കാണ് ആയുർദൈർഘ്യം. അപ്പൊ ഇന്ത്യയുടെ ശരാശരി കണക്ക് ഇവിടെ പറയുന്നുണ്ട്, കേരളത്തിന്റെ കണക്കും പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ വെക്കുക. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ കണ്ടു കേരളത്തിൽ എന്താണ് ആയുർദൈർഘ്യം കൂടുതലാണ്. അതിന്റെ കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. കേരളത്തിൽ ഉയർന്ന ആയുർദൈർഘ്യത്തിന് എന്താണ് നിരവധി കാരണങ്ങളുണ്ട്. അത് നമ്മളിവിടെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉയർന്ന സാക്ഷരതാ നിരക്ക്, ഉയർന്ന വിദ്യാഭ്യാസം, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യം, ശുചിത്വം, ഭക്ഷണ ലഭ്യത, പൊതുവിതരണം, ഇതൊക്കെ എന്താണ് കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുന്നതിന്, ആയുസ് കൂടുന്നതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി, അതുപോലെ നമ്മുടെ പൊതുവിതരണ സംവിധാനം, നമ്മളെന്താണ് റേഷൻ കടകളിലൂടെ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ശുചിത്വ ബോധമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇതൊക്കെ നമ്മുടെ ആയുസ് വർദ്ധിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ആയുർദൈർഘ്യത്തിൽ തന്നെ പറയുന്ന കുറച്ച് ടേംസ് ആണ് 2013 സംസ്ഥാന വയോജന നയം. അത് 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അത് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ 2013 ആവിഷ്കരിച്ചതാണ് സംസ്ഥാന വയോജന നയം എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പദ്ധതികളാണ്. നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പദ്ധതികളാണ്. അത് വയോമിത്രം, പകൽ വീട്, വയോരക്ഷ, അമൃതം പദ്ധതി. അപ്പോൾ ഈ പദ്ധതികളൊക്കെ എന്താണ് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇതൊക്കെ നമ്മുടെ സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം പദ്ധതികളൊക്കെ കാരണമായിട്ട് നമ്മുടെ വയോജനങ്ങളുടെ ആയുസ് വർദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നമുക്കിനി ജനസംഖ്യാശാസ്ത്രത്തിന്റെ അടുത്ത സൂചകമായിട്ടുള്ള ജനസംഖ്യാ പ്രായഘടന. എന്താണ് ജനസംഖ്യാ പ്രായഘടന എന്ന് നമുക്ക് നോക്കാം. ആപേക്ഷികമായിട്ട് വ്യത്യസ്ത പ്രായ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന. ഇപ്പം നമ്മളൊരു ജനസംഖ്യ എടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ പ്രായത്തിലുള്ള വ്യക്തികളുണ്ടെന്ന് നോക്കുന്നതിനെയാണ്, എത്ര കുട്ടികളുണ്ട്, എത്ര യുവാക്കളുണ്ട്, എത്ര മുതിർന്ന ആളുകളുണ്ട്, അങ്ങനെ ഓരോ പ്രായ വിഭാഗത്തിലും പെട്ട ആളുകൾ എത്ര ഉണ്ട് എന്ന് നോക്കുന്നതിനാണ് നമ്മൾ ജനസംഖ്യാ പ്രായഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളാക്കി തിരിച്ച്
ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായി വിശേഷിപ്പിക്കുന്നതിനെയാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ അത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളൊരു ജനസംഖ്യ എടുക്കുകയാണ്. ഒരു ജനസംഖ്യ നമ്മൾ എടുക്കുമ്പോൾ ആ ജനസംഖ്യയിൽ എത്ര കുട്ടികളുണ്ട്, എത്ര പണിയെടുക്കുന്ന യുവാക്കളുണ്ട്, എത്ര മുതിർന്ന ആളുകളുണ്ട്, അങ്ങനെ ഓരോ പ്രായ വിഭാഗത്തിലെയും ആളുകൾ എത്രയുണ്ട് എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. ഇനി ഈ ഡെഫിനിഷൻ നോക്കിക്കേ. ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയുണ്ടെന്ന് ആനുപാതികമായി വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബോക്സ് നിങ്ങൾ നോക്കുക. അപ്പൊ ജനസംഖ്യ ഇങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. 0 മുതൽ 14 വയസ്സ് വരെയുള്ളവരെ കുട്ടികൾ എന്നുള്ള കാറ്റഗറിയിലും 15-നും 59 വയസ്സിനും ഇടയിലുള്ളവരെ യുവാക്കളായിട്ടും 60-ന് മുകളിലുള്ളവരെ പ്രായമായവരായിട്ടുമാണ് കാണുന്നത്. അങ്ങനെ 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ജനസംഖ്യ കണക്ക് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 മുതൽ 14 വയസ്സ് വരെയുള്ളവർ 29%ആണുള്ളത് ഇന്ത്യയിൽ. ആകെ ജനസംഖ്യയിൽ 0 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ 29%, 15-നും 59-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ 63%, 60 വയസ്സും അതിന് കൂടുതലുള്ള വയോജനങ്ങൾ 8%ആണുള്ളത്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇന്ത്യൻ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളാണ്, ഏറ്റവും കുറവുള്ളത് ഏതാണ്, വയോജനങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടേമാണ് എന്ത്, വാർദ്ധക്യബാധിത ജനത. വാർദ്ധക്യബാധിത ജനത എന്ന് പറയുന്ന ടേം. എന്താണ് വാർദ്ധക്യബാധിത ജനത? നോക്കുക നമുക്ക്. താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിന്റെ പ്രായഘടനാനുപാതം ചെറു പ്രായ വിഭാഗത്തേക്കാൾ കൂടുതലാണെങ്കിൽ ഈ പ്രായഘടനയാണ് വാർദ്ധക്യബാധിത ജനത എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികളെക്കാളും യുവാക്കളെക്കാളും കൂടുതൽ പ്രായമായ ആളുകളാണ് ഉള്ളത്, വയസ്സന്മാരാണുള്ളത്, വയസ്സായിട്ടുള്ള ആളുകളാണുള്ളത് ഉണ്ടെങ്കിൽ അതിന് വാർദ്ധക്യബാധിത ജനത എന്നാണ് പറയുക. കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. താരതമ്യേന ഒരു ജനസംഖ്യയിൽ വയോജനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് എങ്കിൽ എന്താണ്, അതിനെ വാർദ്ധക്യബാധിത ജനസംഖ്യ എന്ന് പറയുന്നു. നമ്മുടെ ലോക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വയസ്സന്മാരാണ്, കുട്ടികളെക്കാളും യുവാക്കളെക്കാളും കൂടുതൽ അവിടെ വയസ്സന്മാരാണുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ വാർദ്ധക്യബാധിത ജനസംഖ്യ എന്ന് അറിയപ്പെടുന്നു. കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സൂചകമാണ് ആശ്രിതാനുപാതം എന്ന് പറയുന്നത്. ആശ്രിതാനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആശ്രിതാനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ആരാണ് ആശ്രിതർ എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. 15 വയസ്സിന് താഴെ ഉള്ള കുട്ടികളും 64 വയസ്സിന് മുകളിലുള്ളവരും ആശ്രിത വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. കാരണം ഇവരെന്താണ്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ വയസ്സ് നിങ്ങൾ നോക്കിയോ, 15 വയസ്സിന് താഴെയുള്ളവരും 64 വയസ്സിന് എന്താണ് മുകളിലുള്ളവരും. ഇപ്പോൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ എന്താണ്, അച്ഛനമ്മമാരെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുക, അവർ പണിക്കൊന്നും പോകുന്നില്ല. അതുപോലെ ഈ ഒരു 64 വയസ്സിന് മുകളിലുള്ള അപ്പൂപ്പന്മാർ അമ്മച്ചിമാരൊക്കെ എന്താണ്, അവരുടെ മക്കളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുക, അവരും എന്താണ് ജോലിക്കൊന്നും പോകില്ല. അപ്പോൾ ഇവരെയാണ് നമ്മൾ ആശ്രിതർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ടേമും കൂടി പഠിക്കാനുണ്ട്. 15 മുതൽ 64 വയസ്സ് വരെയുള്ള പ്രായമുള്ളവരാണ് എന്ത്, അധ്വാനിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആശ്രിത അനുപാതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ 2 ടേം പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ടേം ഏതാണ്, എന്താണ് ആശ്രിത വിഭാഗം എന്ന് പറയുന്നത്. 15 വയസ്സിന് താഴെയുള്ളവരും അതുപോലെ 64 വയസ്സിന് 64 വയസ്സിന് മുകളിലുള്ളവരുമാണ് എന്ത്, ആശ്രിതർ എന്ന് പറയുന്നത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളും 64 വയസ്സിന് മുകളിലുള്ള വൃദ്ധന്മാരുമാണ് ആശ്രിതർ എന്ന് പറയുന്നത്. പിന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് 15 മുതൽ 64 വയസ്സ് വരെയുള്ള യുവാക്കളാണ് അധ്വാനിക്കുന്നത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2 ടേം അറിഞ്ഞാലേ നമുക്ക് ആശ്രിതാനുപാതം എന്താണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആശ്രിതാനുപാതം എന്താണെന്ന് നോക്കാം. ജനസംഖ്യയിലെ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡമാണ് ആശ്രിതാനുപാതം എന്ന് പറയുന്നത്.
അപ്പോൾ ജോലിക്ക് പോകാത്ത 15 വയസ്സിന് താഴെയുള്ളവരും അതുപോലെ 64 വയസ്സിന് മുകളിൽ ഉള്ള ആളുകളെയും അതുപോലെ ജോലിക്ക് പോകുന്ന ആളുകളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആശ്രിതാനുപാതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആശ്രിത വിഭാഗത്തിൽപ്പെട്ടവരെയും അതുപോലെ അധ്വാനിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരെയും താരതമ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആശ്രിതാനുപാതം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ടേം എന്ന് പറയുന്നത് എന്താണ്? ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാവുന്നു. ഇതിനെയാണ് ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത് തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാവുന്നു തൊഴിലെടുക്കുന്നവരുടെ എണ്ണം. ആ ടേമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കാം. തൊഴിലെടുക്കുന്നവരുടെ എണ്ണം എന്താണ്? തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാവുന്നു. ഇത് പണിക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറവും കൂടുതലും പണിക്ക് പോകാത്ത ആളുകളുടെ എണ്ണം കുറവുമാണെങ്കിൽ അവിടെ എന്താണ്? ഒരു നേട്ടമല്ലേ രാജ്യത്തിന്? കുറേ ആളുകൾ പണിക്ക് പോകുന്നുണ്ട്, കുറച്ച് ആളുകളെ പണിക്ക് പോകാത്തുള്ളൂ. അപ്പം അതിനെയാണ് ജനസംഖ്യാപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. മറ്റൊരു ടേമിൽ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് ആശ്രിതരായിട്ടുള്ള കുട്ടികളുടെയും വയോജനങ്ങളുടെയും എണ്ണം കുറയുകയും തൊഴിൽ ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നതിനെയാണ് ജനസംഖ്യാപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ജനസംഖ്യാ ലാഭവിഹിതം. 2 വാക്കുകൾ ഉപയോഗിക്കും, 2 ടേം ഉപയോഗിക്കും എന്ന് പറയുന്നത്. അപ്പം ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെയും വയസ്സായ ആളുകളുടെയും എണ്ണം കുറയുകയും പണിക്ക് പോകുന്ന യുവാക്കളുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ജനസംഖ്യാപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ജനസംഖ്യാ ലാഭവിഹിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു രാജ്യത്ത് കൂടുതൽ യുവാക്കളായി കഴിഞ്ഞാൽ, വയസ്സന്മാരെയും കുട്ടികളെയും അപേക്ഷിച്ച് കൂടുതൽ യുവാക്കളായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ജനസംഖ്യാ ലാഭവിഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. ജനസംഖ്യയിൽ കൂടുതൽ യുവാക്കളായി കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും? രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി എന്ത് ചെയ്യും? വർദ്ധിക്കും. യുവാക്കൾ പണിക്ക് പോവും, രാജ്യത്തിന്റെ സമ്പത്തും വർദ്ധിക്കും, രാജ്യം പുരോഗതിയിലെത്തും. പിന്നെ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കും. പിന്നെ രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി, പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ഉയർന്ന മനുഷ്യ വിഭവശേഷി എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് ജനസംഖ്യാ ലാഭവിഹിതം. അപ്പം ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്തു? അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ജനസംഖ്യ എന്ന് പറഞ്ഞു, എന്താണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു, അതിൻ്റെ 2 ഡിവിഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങൾ, 7 സൂചകങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ പഠിക്കുക. അപ്പം ഇവിടെ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ജനസംഖ്യ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. ജനസംഖ്യാ ശാസ്ത്രത്തെ കുറിച്ചിട്ട് നിങ്ങളോട് 4 മാർക്കിന് ചോദിക്കാം. പിന്നെ ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ ഒരു എസ്സേ ടൈപ്പ് തന്നെ നിങ്ങളോട് ചോദിക്കാനായിട്ട് എന്തുണ്ട്? ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഓരോ ഫീച്ചർ, എന്താണ് കുടിയേറ്റം, എന്താണ് ജനനിരക്ക്, എന്താണ് ജനസാന്ദ്രത, അങ്ങനെ ഓരോരോ ഫീച്ചറുകളായിട്ട് എടുത്തിട്ട് 4 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം ക്ലാസ്സിൽ ശ്രദ്ധിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. നമ്മുടെ നോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്നുണ്ടെങ്കിൽ HM അക്കാഡമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങളുടെ മോട്ടിവേഷനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസിലെ മുഴുവൻ വീഡിയോകളുമായിട്ട് HM അക്കാഡമി വീണ്ടും വരും. താങ്ക് യു.